എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നും ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചത്. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് വളരെയധികം സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു. ചേച്ചി, ഇങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ അടുത്ത് വരാറുള്ളത്, ഞങ്ങൾ കണ്ടിട്ടുള്ള ചേച്ചി ഇങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് ചേച്ചി ഞങ്ങളെ മുമ്പിൽ എങ്ങനെയാണോ വരുന്നത്, ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത്, ആ രീതിയിൽ തന്നെ ചേച്ചി ഞങ്ങളോട് വീഡിയോയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിന്ന് രാവിലെ ആക്റ്റീവായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതിൽ. ഇന്നലെ ഇട്ട പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ അറിവുകൾ മാത്രമാണ് ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലർക്കും അറിയില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ പല പ്രോഡക്റ്റുകളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി തന്നെ പറയുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് ഒരു ചെമ്പരത്തി ചെടിയും ഒരു മുരിങ്ങച്ചെടിയും ഇല്ലാത്ത ഒരു വീടും നമ്മുടെ ഒരു നാട്ടിലും ഇല്ല. പക്ഷേ ഇന്നതെല്ലാം കാലം കഴിഞ്ഞു പോയ ഒരവസ്ഥയിലാണുള്ളത്. പക്ഷേ ഇത് എല്ലാം നമുക്ക് വളരെ ഗുണകരമായ കാര്യങ്ങളുമാണ്. ഇപ്പം പലരുടെയും ജോലി തിരക്ക് കൊണ്ടും പഴയ കാലത്തെ പോലെ വിശാലമായ രീതിയിലുള്ള വാസസ്ഥലങ്ങളുമൊന്നും അല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇതൊക്കെ വച്ച് പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഉൽപ്പന്നങ്ങളെല്ലാം, ഈ ഔഷധങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നായി തന്നെ നമ്മളെല്ലാവരും കാണണം. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ മുരിങ്ങയില കാണുമ്പോൾ നമ്മൾ കുറച്ച് ഒടിച്ച് കൊണ്ടുപോകും. ഇന്ന് നമ്മൾ മുരിങ്ങയില തേടി മാർക്കറ്റുകളിൽ പോകണം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണം. അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ ആ മുരിങ്ങയിലയുടെ വില എന്താണെന്നും അതിനെ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾ കാണുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പല രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ടാണ് ഈ മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവർക്ക് പോലും ഈ മുരിങ്ങയില സ്ഥിരമായി ഉപയോഗിച്ചാൽ, മരുന്ന് കഴിക്കാതെ നമുക്കതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. അതുപോലെ തന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പം മലശോധന നടത്തുന്ന ആൾക്കാരുണ്ട്. അത് ചെറുപ്പക്കാരിലുമുണ്ട്, പ്രായം കൂടിയവരിലുമുണ്ട്. അവർക്കെല്ലാം കൃത്യമായി മലശോധന നടത്തുന്നതിന് നമ്മുടെ ഈ മുരിങ്ങയില വളരെ ഗുണം ചെയ്യും. നമുക്കറിയാം, കർക്കിടക മാസം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും കേട്ടിട്ടുള്ളതും മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു അപബോധം അല്ലെങ്കിൽ ഒരു അറിവ് എന്ന് പറയുന്നത്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും പറയാൻ അറിയില്ല. നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതിപ്പം മുരിങ്ങയിലയല്ല, ചക്കയല്ല, മാങ്ങയല്ല, തേങ്ങയല്ല, നമുക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഉണക്കി ഉപയോഗിക്കുന്നതിനുള്ള പല മാർക്കറ്റിംഗ് മേഖലകളിലോട്ടും നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ വളർന്നു കഴിഞ്ഞു. മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. പക്ഷേ മുരിങ്ങയില എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഉണക്കിയെടുക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ മൂല്യം വളരെ കുറവായിരിക്കും. സ്വർണം കൂടുതൽ ചേർന്ന, ചെമ്പ് കൂടുതൽ ചേർന്ന സ്വർണവും തനിത്തങ്കവും എന്ന് പറയുന്നത് പോലെ തനിത്തങ്കം തന്നെയാണ് നമ്മുടെ സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത
മുരിങ്ങയിലയുടെ പൊടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുരിങ്ങയില ഉണക്കി സൂക്ഷിക്കുന്നതിന് തണലുള്ള ഭാഗങ്ങളിലിട്ട് നമ്മൾ ഉണക്കി അതിനെ പൊടിച്ച് സൂക്ഷിക്കണം. മുരിങ്ങയിലയിൽ നിന്ന് തന്നെ നമ്മൾ പലവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. മുരിങ്ങയില ചേർത്ത പുട്ടുപൊടി ഉണ്ടാക്കുന്നുണ്ട്, മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, മുരിങ്ങയില നമ്മൾ തനതായിട്ട് തന്നെ മുരിങ്ങയിലയുടെ പൊടി തിളപ്പിച്ച പാലിൽ ഒരു സ്പൂണിട്ട് ദിവസവും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അവരെല്ലാവരും ഇപ്പം നോർമലി ഹാപ്പിയാണ്. കാരണം ഷുഗർ കുറഞ്ഞവരുണ്ട്, പ്രഷറിൻ്റെ ഗുളികയുടെ അളവുകൾ കുറച്ചവരുണ്ട്, ഇൻസുലിൻ്റെ അളവ് കുറച്ചവരുണ്ട്. നിത്യവും നമ്മൾ മലശോധനം നടത്തുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ഒരുപാട് അസുഖങ്ങൾക്ക് വളരെയധികം മാറ്റം വരും. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ മുരിങ്ങയില എന്ന് പറയുന്നത് മുരിങ്ങയില ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേവിക്കാതെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഷുഗറൊക്കെ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അരി നമ്മൾ പാകമായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിനകത്ത് ആദ്യം കുറച്ച് ചോറിടണം, അതിൻ്റെ പുറത്ത് മുരിങ്ങയില ഇടണം, അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ലെയർ ചോറിടണം, അതിൻ്റെ പുറത്ത് വീണ്ടും മുരിങ്ങയില ഇട്ട് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഒരു അര ഭാഗം ഈ മുരിങ്ങയില ഇട്ട് തനതായിട്ട് മുരിങ്ങയില ഇടണം. അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഷുഗർ പേഷ്യൻറ്റിന് വളരെയധികം വ്യത്യാസം വന്നതായിട്ട് ഒരറിവുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ പുട്ടുപൊടിയെപ്പറ്റി പറഞ്ഞു. 20% പുട്ടുപൊടിയും 80% പുട്ടുപൊടിയും 20% അരിമാവും ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം. അതുപോലെ അവിയല, തോരനോ, സാമ്പാറോ, മീനിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് മുരിങ്ങയില പൊടി ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് യാതൊരു ചിലവും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങയില നമുക്ക് മഴ സീസണിലായാലും രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് നാളെ ഒരു അത്യാവശ്യം വന്നു, നമുക്ക് ആ മുരിങ്ങയില കുറച്ച് ഉണക്കി ഉപയോഗിക്കണമെങ്കിൽ രാത്രി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു സംരംഭക കൂടി ആയതുകൊണ്ടാണ് പറയുന്നത്. എനിക്കിപ്പം പെട്ടെന്നൊരു ഓർഡർ വരെയാണ്, മാഡം എനിക്ക് നാളെ ഒരു 2 കിലോ പുട്ടുപൊടി മുരിങ്ങയിലയുടെ പുട്ടുപൊടി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ വീട്ടിലൊരു ഇലക്ട്രിക് ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ മുരിങ്ങയില ഉണക്കി പൊടിയാക്കി നമുക്ക് കസ്റ്റമറിന് പുട്ടിൻ്റെ പൊടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഡ്രയർ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മറ്റ് കസ്റ്റമേഴ്സിൻ്റെ സന്തോഷവും നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറും ചൂടുവെള്ളത്തിൽ നമുക്ക് ഈ മുരിങ്ങയില പൊടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുരിങ്ങയില പൊടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള വയസ്സായ അമ്മമാരോ അച്ഛനോ അമ്മാവനോ ആർക്കും നമ്മൾ ഈ മുരിങ്ങയില കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം. എനിക്ക് മുരിങ്ങയിലയെക്കുറിച്ച് കൂടുതൽ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടുന്നത് മുരിങ്ങയില തന്നെയാണ്. നമുക്ക് സർവ്വസാധാരണമായി വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു ഔഷധ കൂട്ടാണ് മുരിങ്ങയില. എല്ലാവരും മുരിങ്ങയില ഉപയോഗിക്കണം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അതിനെ ഷെയർ ചെയ്ത് മറ്റുള്ള ആൾക്കാരിലോട്ടും കൂടെ എത്തിക്കണം. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവരിലേക്കും എത്തണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് എല്ലാ സപ്പോർട്ടും വേണം. നന്ദി, നമസ്കാരം.